നമസ്കാരം. ഇന്ത്യയെ ചൊറിയാൻ വന്ന പാകിസ്ഥാനെ മാന്തിക്കീറി ഇന്ത്യക്ക് വടികൊടുത്ത് അടിവാങ്ങി ചമ്മിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ യോഗത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായത്. ജമ്മു കാശ്മീരിൽ ജനാധിപത്യത്തെ അടിച്ചമർത്തുകയും മനുഷ്യാവകാശ ലംഘനം നടത്തുകയും ചെയ്യുന്നു എന്ന പാകിസ്ഥാന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് ഇന്ത്യ തള്ളിക്കളഞ്ഞു. പാകിസ്ഥാനിലാണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നതെന്നും ജനങ്ങൾ വലയുന്നതെന്നും ഇന്ത്യ തിരിച്ചടിച്ചു. പാകിസ്ഥാൻ നടത്തിയ അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമായ പരാമർശങ്ങൾക്ക് മറുപടി നൽകാനുള്ള അവകാശം ഇന്ത്യ വിനിയോഗിക്കുകയായിരുന്നു. UN ചാർട്ടറുകളും പ്രമേയങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് കശ്മീരിൽ ജനങ്ങളുടെ സ്വയം നിർണയത്തിനുള്ള അവകാശം തുടർച്ചയായി നിഷേധിക്കപ്പെടുന്നു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടതിന് ശേഷമാണ് ഇന്ത്യയുടെ ഈ മറുപടി. ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ പ്രധാന ഭാഗമായി തുടരും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ടായ അഭൂതപൂർവമായ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പുരോഗതി അതാണ് കാട്ടുന്നത്. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ സ്പോൺസർഡ് ഭീകരതയാൽ മുറിവേൽപ്പിച്ച ഒരു പ്രദേശത്തെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ തെളിവാണ് ഈ വിജയങ്ങൾ. മനുഷ്യാവകാശ ലംഘനങ്ങളും ന്യൂനപക്ഷ പീഡനങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും വ്യവസ്ഥാപിത തകർച്ചയും ഭരണകൂട നയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. UN അനുവദിച്ചിട്ടുള്ള ഭീകരർ അഭയം നൽകുന്ന രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാന് ആരിലും കുറ്റം ആരോപിക്കാൻ കഴിയില്ല. അതിനുള്ള അർഹത അവർക്കില്ല. കാപട്യത്തിന്റെയും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളുടെയും കഴിവില്ലായ്മയുടെയും ഭരണമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. ജനാധിപത്യത്തിലും പുരോഗതിയിലും ജനങ്ങളുടെ അന്തസ് ഉറപ്പാക്കുന്നതിലും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പാകിസ്ഥാൻ അതിൽ നിന്ന് പഠിക്കണം എന്നാണ് ഇന്ത്യ പറഞ്ഞത്. ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിൽ ഉറച്ചു നിൽക്കുമ്പോഴും മനുഷ്യാവകാശങ്ങളുടെ ആഗോള പ്രോത്സാഹനത്തിലും സംരക്ഷണത്തിലും ഇന്ത്യ എപ്പോഴും സജീവമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ കൗൺസിലിനെ അഭിസംബോധന ചെയ്ത വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞിരുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.